നമസ്കാരം. പ്രധാന വാർത്തകൾ. സ്വർണ്ണാഭരണ പ്രേമികൾക്ക് ആശ്വാസം. വില കുറഞ്ഞു. സംസ്ഥാനത്ത് ഇന്ന് സ്വർണ്ണവില കുറഞ്ഞു. 2 ദിവസങ്ങൾക്ക് ശേഷമാണ് സ്വർണ്ണവില കുറഞ്ഞത്. പവന് 400 രൂപ കുറഞ്ഞു. ഒരു പവൻ സ്വർണത്തിന്റെ ഇന്നത്തെ വിപണി വില 72,080 രൂപയാണ്. ഈ മാസത്തെ ആദ്യ ആഴ്ച പിന്നിടുമ്പോൾ ആദ്യത്തെ 3 ദിവസം വില ഉയർന്നെങ്കിലും 4-ാം ദിവസം പവന്റെ വില കുറഞ്ഞിരുന്നു. എന്നാൽ അടുത്ത ദിവസം വില ഉയരുകയും പിന്നീട് ഇന്നലെ അതേ നിലയിൽ തുടരുകയും ചെയ്തതിനു ശേഷമാണ് ഇന്ന് സ്വർണ്ണവില കുറഞ്ഞത്. വിസിക്ക് വിശദീകരണം നൽകാതെ ജോയിന്റ് രജിസ്ട്രാർ അവധിയിൽ. ഗവർണർക്ക് റിപ്പോർട്ട് നൽകി വിസി. ഭാരതാംബ ചിത്രവിവാദത്തെ തുടർന്ന് കേരള സർവകലാശാലയിൽ നാടകീയ നീക്കങ്ങൾ തുടരുന്നു. വൈസ് ചാൻസലർ റിപ്പോർട്ട് തേടിയതിന് പിന്നാലെ ജോയിന്റ് രജിസ്ട്രാർ പി ഹരികുമാർ അവധിയിൽ പ്രവേശിച്ചു. വിസിക്ക് മറുപടി നൽകാതെയാണ് ജോയിന്റ് രജിസ്ട്രാർ 2 ആഴ്ച അവധിയിൽ പോയത്. ഇന്ന് രാവിലെ 9 മണിക്കകം റിപ്പോർട്ട് നൽകാനായിരുന്നു നിർദ്ദേശം. ജോയിന്റ് രജിസ്ട്രാർക്കെതിരെയും വിസി അച്ചടക്ക നടപടി സ്വീകരിച്ചേക്കുമെന്ന് റിപ്പോർട്ടുകളുണ്ട്. ഇന്നലെ നടന്ന സിൻഡിക്കേറ്റ് യോഗം ബഹളത്തെ തുടർന്ന് താൽക്കാലിക വൈസ് ചാൻസലർ ഡോക്ടർ സിസ തോമസ് പിരിച്ചുവിട്ടിരുന്നു. എന്നാൽ അതിനുശേഷവും യോഗം തുടരുകയും ജോയിന്റ് രജിസ്ട്രാർ യോഗത്തിൽ സംബന്ധിച്ചതിലുമാണ് വിസി റിപ്പോർട്ട് തേടിയത്. തൃശൂർ പൂരം കലക്കൽ. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയെ പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്തു. തൃശൂർ പൂരം അലങ്കോലപ്പെട്ട സംഭവത്തിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയെ പോലീസ് ചോദ്യം ചെയ്തു. പൂരം കലക്കൽ ഗൂഢാലോചന അന്വേഷിക്കുന്ന പ്രത്യേക അന്വേഷണ സംഘമാണ് കേന്ദ്രമന്ത്രിയെ ചോദ്യം ചെയ്തത്. പൂരം അലങ്കോലപ്പെട്ടത് ആദ്യം അറിയിച്ചത് BJP പ്രവർത്തകരാണെന്ന് സുരേഷ് ഗോപി അന്വേഷണ സംഘത്തിന് മൊഴി നൽകിയിട്ടുണ്ട്. പൂരം അലങ്കോലപ്പെട്ടതുമായി ബന്ധപ്പെട്ട ആദ്യമായാണ് സുരേഷ് ഗോപിയുടെ മൊഴി രേഖപ്പെടുത്തുന്നത്. തൃശൂർ പൂരം കലക്കലുമായി ബന്ധപ്പെട്ടാണ് ത്രിതല അന്വേഷണത്തിന് മുഖ്യമന്ത്രി ഉത്തരവിട്ടിരുന്നത്. ഇതിൽ 2 അന്വേഷണം പൂർത്തിയായിരുന്നു. കടയ്ക്ക് മുന്നിൽ സ്റ്റീൽ ബോംബ്. കടയ്ക്ക് നേരെ എറിഞ്ഞ സ്റ്റീൽ ബോംബ് പൊട്ടാത്തതാണെന്നാണ് സംശയം. വളയത്ത് വ്യാപാര സ്ഥാപനത്തിന് മുന്നിൽ സ്റ്റീൽ ബോംബ് കണ്ടെത്തി. സ്റ്റീൽ ബോംബ് പോലീസ് കസ്റ്റഡിയിലെടുത്തു. നിരുവമ്മൽ സ്വദേശി ദാമോദരന്റെ കടയ്ക്ക് മുന്നിലാണ് സ്റ്റീൽ ബോംബ് കണ്ടെത്തിയത്. കടയ്ക്ക് നേരെ എറിഞ്ഞ സ്റ്റീൽ ബോംബ് പൊട്ടാത്തതാണെന്നാണ് സംശയം. ഉപരാഷ്ട്രപതി ജഗദീപ് ധൻഖറിന്റെ ഗുരുവായൂർ സന്ദർശനം തടസ്സപ്പെട്ടു. ഉപരാഷ്ട്രപതി ജഗദീപ് ധൻഖറിന്റെ ഗുരുവായൂർ യാത്ര തടസ്സപ്പെട്ടു. കനത്ത മഴ കാരണം ഗുരുവായൂർ ശ്രീകൃഷ്ണ കോളേജിന്റെ ഹെലിപ്പാഡിൽ ഹെലികോപ്റ്റർ ഇറക്കാനായില്ല. ഉപരാഷ്ട്രപതിയുമായി ഹെലികോപ്റ്റർ കൊച്ചിയിലേക്ക് മടങ്ങി. 10:40 കൊച്ചി കളമശ്ശേരിയിലെ നാഷണൽ യൂണിവേഴ്സിറ്റി ഓഫ് അഡ്വാൻസ്ഡ് ലീഗൽ സ്റ്റഡീസിലെ സംവാദ പരിപാടിയിൽ അദ്ദേഹം പങ്കെടുക്കും. കാലാവസ്ഥ അനുകൂലമെങ്കിൽ കൊച്ചിയിലെ പരിപാടിക്ക് ശേഷം ധൻഖർ ഗുരുവായൂരിലെത്തും.